മുൻപ് സംസാരിച്ച ഡോണ്ട് ബി സാഡ് എന്ന പുസ്തകത്തിലെ ആശയങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മള് 3, 4, 5 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചില ചിന്തകളിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ചും മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുമ്പോ, ഒരുപക്ഷെ വിഷാദത്തിലൂടെയൊക്കെ കടന്നുപോകുമ്പോ സമാധാനം കണ്ടെത്താനും അതിനെ മറികടക്കാനും ഈ പുസ്തകം എന്തു പറയുന്നു എന്ന് നോക്കാം. ശരി, അപ്പോ ഈ അധ്യായങ്ങളിലെ ഒരു പ്രധാന ആശയം അല്ലേ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിച്ചിരിക്കരുത് എന്നത്. ഭൂതകാലത്തിലെ നഷ്ടങ്ങൾ, വേദനകൾ അതിങ്ങനെ മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഒരു ഊർജം കൂടി കളയുകയല്ലേ? അതെ അതെ, അത് വളരെ ശരിയാണ്. കാരണം പോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് നമുക്കെന്താ പറയാ, ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അത് ഇന്നത്തെ നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും കൂടിയാണ് ഇല്ലാതാക്കുന്നത്. അപ്പൊ പുസ്തകം പറയുന്നത് ആ ഭാരം ഇറക്കിവെച്ച് ഇന്ന് ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കാനാണ്. ഇന്നാണ് നിങ്ങളുടെ ഏക ദിവസം എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തൽ. അതുതന്നെ, വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ മാത്രമേ മുന്നോട്ടു പോകാൻ ഒരു പ്രചോദനം കിട്ടൂ. കാരണം ഇന്നലെ കഴിഞ്ഞു, നാളെ വന്നിട്ടില്ല. നമ്മുടെ കയ്യിലുള്ളത് ശരിക്കും ഈ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ, നമ്മുടെ കഴിവ്, സമയം, അതൊക്കെ ഇന്നത്തേക്ക് ഉപയോഗിക്കുക. വിഷാദത്തിന്റെ ആ ഒരു പിടിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു വഴി കൂടിയാണത്. പിന്നെ നമ്മൾ കുറച്ച് തളർന്നിരിക്കുമ്പോ മറ്റുള്ളവരുടെ വാക്കുകള് ചിലപ്പോ വല്ലാതെ വേദനിപ്പിച്ചെന്ന് വരും. വിമർശനങ്ങള്, കുറ്റപ്പെടുത്തലുകള്, അതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഈ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. എല്ലാവരും നമ്മളെ എപ്പോഴും പുകഴ്ത്തണമെന്നില്ലല്ലോ. ചിലപ്പോ കടുത്ത വാക്കുകൾ കേൾക്കേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് തകർന്നു പോകരുത്. അതെ, പുസ്തകം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ യഥാർത്ഥ വില അത് മറ്റുള്ളവരുടെ വാക്കുകളിലല്ല, നമ്മുടെ ഉള്ളിലെ വിശ്വാസം, നമ്മുടെ പ്രവർത്തികൾ, അതിലാണ് കാര്യം. ശരിയാണ്. വിമർശനങ്ങൾ വരും, അതിനെ അങ്ങനെ പേഴ്സണലായിട്ട് എടുക്കാതെ അതിൽ നിന്ന് വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു മനക്കരുത്തുണ്ടാക്കിയെടുക്കാനാണ് ഈ ഭാഗം സഹായിക്കുന്നത്. നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കരുത്. ഈ ഒരു മാനസികാവസ്ഥയെ, ഈ വിഷാദാവസ്ഥയെ മറികടക്കാൻ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട് ഈ അധ്യായങ്ങള്, അല്ലെ? ദൈവത്തിലുള്ള വിശ്വാസം, പ്രാർത്ഥന, ദൈവസ്മരണ, അതായത് ദിക്ർ, പിന്നെ ഈ ഖദർ, അതായത് എല്ലാം ദൈവനിശ്ചയമാണ് എന്ന വിശ്വാസം. ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിനൊരു ശാന്തി കൊടുക്കുന്നത്? ഇവിടെ ഒരു ആത്മീയമായ സമീപനമാണ് നൽകുന്നത്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനൊരു പരീക്ഷണമായി കാണാനും ക്ഷമയിലൂടെയും വിശ്വാസത്തിലൂടെയും അതിനെ തരണം ചെയ്യാനും സാധിക്കും എന്നൊരു ചിന്ത, അത് വലിയൊരു ബലമാണ്. ദിക്ർ അഥവാ ദൈവത്തെ ഓർക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെക്കാളൊക്കെ വലിയൊരു ശക്തിയുണ്ട് എന്നൊരു ബോധ്യം തരും. അത് മനസ്സിനെ ശരിക്കും ശാന്തമാക്കും. അതുപോലെ ഖദറിലുള്ള വിശ്വാസം, അതായത് എല്ലാം ഒരു പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത് എന്ന ചിന്ത, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്തുള്ള വേവലാതി കുറക്കാൻ അത് സഹായിക്കും. ദൈവത്തിന്റെ കാരുണ്യത്തിൽ എപ്പോഴും ഒരു പ്രതീക്ഷ വെക്കാനും അത് പ്രേരിപ്പിക്കും. പിന്നെ പറയുന്നൊരു കാര്യം, വെറുതെ ഇരിക്കുന്നത് കൂടുതൽ വിഷാദത്തിലേക്ക് നയിക്കുമെന്നതാണ്. അപ്പോ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, അതിന്റെ പ്രാധാന്യം പറയുന്നുണ്ടല്ലോ. അതെ അതെ, നിഷ്ക്രിയത്വം അത് വിഷാദത്തിന്റെ ഒരു കൂട്ടാളിയാണ്. വെറുതെ ഇരിക്കുമ്പോൾ മനസ്സ് പഴയ കാര്യങ്ങളിലേക്കും നെഗറ്റീവ് ചിന്തകളിലേക്കും പോകാൻ എളുപ്പമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ മറ്റൊരാൾക്കൊരു ചെറിയ സഹായം ചെയ്യുമ്പോൾ പോലും അതിന്റെ ആദ്യത്തെ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നത് നമ്മുടെ മനസ്സിന് തന്നെയാണ്. അതുപോലെ പുഞ്ചിരിക്കുന്നത് ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ അതിന് പ്രാധാന്യമുണ്ട്. അറിവ് നേടുന്നത്, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത്, ഇതൊക്കെ സന്തോഷം കണ്ടെത്താനുള്ള വഴികളാണ്. പിന്നെ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ചൊന്ന് ഓർത്താൽ ചിലപ്പോൾ നമ്മുടെ അവസ്ഥ അത്ര മോശമല്ലല്ലോ എന്നൊരു തിരിച്ചറിവ് വരും. അതും ഒരു ആശ്വാസമാണ്. അവസാനമായിട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, കണ്ടന്റ്മെന്റ് അഥവാ ഖനാഅത്ത്, അതിനെക്കുറിച്ചും ഈ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. യഥാർത്ഥ സമ്പത്തെന്നത് പുറമേയുള്ള വസ്തുക്കളിലല്ല, മനസ്സിന്റെ സംതൃപ്തിയിലാണ് എന്ന്. ഇതെങ്ങനെയാണ് വിഷാദ ചിന്തകളെ മാറ്റാൻ സഹായിക്കുന്നത്? നമ്മൾ ഓടുമ്പോൾ പലപ്പോഴും അവസാനം നിരാശയായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അത് ചെറുതാണെങ്കിൽ പോലും അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ മനസ്സിനൊരു ലാഘവത്വം കിട്ടും, ഒരു സംതൃപ്തി വരും. അതെ, നിസ്സാര കാര്യങ്ങളെക്കുറിച്ചോർത്ത് വല്ലാതെ ടെൻഷൻ അടിക്കുന്നത് കുറയും. യഥാർത്ഥ ഒരു സമാധാനം
അത് ഈ മനസ്സിന്റെ തൃപ്തിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ പുറമേയുള്ള പല സമ്മർദ്ദങ്ങളും കുറയും. അപ്പോ ഈ അധ്യായങ്ങളിലൂടെ നമ്മൾ പോയപ്പോൾ ഒരു വിഷാദത്തിലേക്ക് വീഴാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിലൂടെ കടന്നുപോകുന്ന ഒരാളോട് ഈ പുസ്തകം പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞുപോയതിന്റെ ഭാരം ഇറക്കി വയ്ക്കുക, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തളരാതിരിക്കുക, നിങ്ങളുടെ മൂല്യം ഉള്ളിലാണ്, വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, ദൈവസ്മരണയിൽ ശക്തി കണ്ടെത്തുക, വെറുതെ ഇരിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക, ഉള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക, അതിൽ തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുക. അതെ. അപ്പോ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത. ഇന്ന് നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് ഒരു ചെറിയ ആശ്വാസം നൽകാൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയൊരു കാര്യം എന്തായിരിക്കാം? ഒരുപക്ഷേ നിങ്ങൾക്ക് കിട്ടിയൊരു ചെറിയ അനുഗ്രഹം അതൊന്ന് മനസ്സുകൊണ്ട് ഓർക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു ചെറിയ മാറ്റം അതൊന്ന് ഇന്ന് പരീക്ഷിച്ചു നോക്കൂ. അത് ഒരു തുടക്കമായേക്കാം.